അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഫേസ്ബുക്കിൽ ഇന്ന് കണ്ട വളരെ സങ്കടകരമായൊരു വീഡിയോ ആണ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. 19 വയസ്സുള്ളൊരു പൊന്നുമോള്. ആ കുട്ടി എന്തൊക്കെയോ ഡോക്യുമെൻ്റൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് അക്ഷയ സെൻറ്റർ പോലുള്ള ഒരു ഡോക്യുമെൻറ്റ്സ് ക്ലിയറിംഗ് സെൻറ്ററിലേക്ക് വന്നതാണ്. പക്ഷെ കുട്ടിക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നു. കൂടെയുള്ളവർ വെള്ളം കൊടുക്കുന്നു, സമാധാനിപ്പിക്കുന്നു, ശുശ്രൂഷിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ കുട്ടി എത്ര ആരോഗ്യവതിയായിട്ടാണ് ആ സെൻറ്ററിലേക്ക് വന്നത്. പക്ഷേ ആ കുട്ടിയുടെ ശരീരം അള്ളാഹുവിൻ്റെ അജലെത്തിയത് കൊണ്ട് തന്നെ അള്ളാഹു തആല പിടിക്കാൻ പോവുകയാണ്. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജ്ലുഹാ. ഒരാളെയും അതെത്ര ആരോഗ്യമുള്ള ആളാണെങ്കിലും, എത്ര സൗന്ദര്യമുള്ള ആളാണെങ്കിലും, എത്ര പ്രതാപവും സമ്പത്തും ഒക്കെ ഉള്ള ആളാണെങ്കിലും, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജ്ലുഹാ, അവധി എത്തിക്കഴിഞ്ഞാൽ അതെപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റില്ല. അള്ളാഹു തആല നമ്മളെ പിടിക്കുക തന്നെ ചെയ്യും. ആ കുഞ്ഞു മോള് 19 വയസ്സുള്ളൂ. എന്തൊക്കെ ആഗ്രഹങ്ങൾ, എന്തൊക്കെ അഭിലാഷങ്ങൾ, എന്തൊക്കെ സ്വപ്നങ്ങൾ ആ കുട്ടി മനസ്സിൽ പേറിയിട്ടുണ്ടാകും. പക്ഷേ അള്ളാഹുവിൻ്റെ അവധി എത്തിക്കഴിഞ്ഞാൽ ഈ ലോകത്തു നിന്ന് പോകുകയല്ലാതെ യാതൊരു നിർവാഹമില്ലല്ലോ. ഞാനും നിങ്ങളും എല്ലാവരും ഒരിക്കൽ ഇവിടെ നിന്ന് പോകാനുള്ളവർ തന്നെയാണ്. എത്ര കാലം, എത്ര സമയം, എത്ര മിനിറ്റ് എന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ നമ്മളൊക്കെ ജീവിക്കുന്ന കാലത്ത് പരസ്പരം വിദ്വേഷവും പകയും വൈരാഗ്യമൊന്നും വെക്കാതെ തന്നെക്കൊണ്ട് കഴിയുന്നത് മറ്റുള്ളവർക്കൊക്കെ ചെയ്തു കൊടുത്ത്, സഹായം ചെയ്ത്, സഹകരിച്ച്, സ്നേഹിച്ച്, പരസ്പരം വെറുപ്പും വിദ്വേഷമൊന്നും ഇല്ലാതെ നല്ല മനസ്സോടുകൂടെ നമ്മൾ ജീവിക്കുക. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് ഓർക്കാൻ, നമ്മൾ ചെയ്ത നന്മകളെക്കുറിച്ച് പറയാൻ നമ്മുടെ ചുറ്റുഭാഗത്തൊരു സമൂഹം ഉണ്ടാകുക എന്നുള്ളത്, അതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് ഉണ്ടാകുന്ന മുതൽ എന്ന് പറയുന്നത്. നേരെ മറിച്ച് നമ്മൾ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോണതാണ് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്നത് എങ്കിൽ പിന്നെ നമ്മൾ ഈ സമൂഹത്തിൽ ഒരു വിലയുണ്ടാവില്ല. നമ്മൾ കഴിയുന്നത്ര ആരാധനകളൊക്കെ അർപ്പിച്ച് അള്ളാഹുവിലേക്കൊക്കെ അടുത്തുകൊണ്ട് നല്ല കാര്യങ്ങളൊക്കെ ധാരാളം ചെയ്തുകൊണ്ട് ജീവിക്കുക. പടച്ചോൻ ചെയ്യരുതെന്ന് പറഞ്ഞൊക്കെ ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിച്ചാൽ നമ്മൾ അവധി എത്തുമ്പോഴും നമ്മൾ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആ പൊന്നു മോൾക്ക് അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ.